എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വെള്ളക്കടല മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 250 ഗ്രാം കടല വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതിന് സ്പൈസസിന് ആവശ്യമായിട്ട് ഒരു പട്ട, 2 വറ്റൽമുളക്, ബേ ലീഫ്, കുറച്ച് കുരുമുളക്, 2-3 ഏലക്ക, 3-4 ഗ്രാമ്പൂ, ജാതിപത്രി, പിന്നെ ഒരു സവാള, 2 തക്കാളി ഇവ എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് സ്പൈസസ് ഇടാം. ഈ സമയത്ത് 1 സ്പൂൺ ജീരകം കൂടി ചേർക്കുന്നത് നല്ലതാണ്. അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഇളക്കാം. അല്പം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഇളക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് വീണ്ടും ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വാരി വെച്ച കടല കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്നുകൂടി ഇളക്കാം. എന്നിട്ട് ഈ മിക്സർ ഒരു കുക്കറിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ സാധാരണ കുക്കറിൽ തന്നെയാണ് മസാല പ്രിപ്പയർ ചെയ്യുന്നത്. അതായിരിക്കും ഒന്നുകൂടി എളുപ്പം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ നേരം വേവിക്കാൻ വെക്കാം. ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഡ്രൈ ഫെനുഗ്രീക്ക് ലീവ്സ് ഇല്ലെങ്കിൽ കസൂരി മേത്തി, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് വീണ്ടും ഇളക്കിയതിന് ശേഷം കറി റെഡിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഓക്കെ, ബൈ ബൈ.